ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജനോജനാർദ്ദനൻ നോക്കുതല. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചേനക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ചേനക്കറി എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ ചേനക്കറിയാണിത്. ഒരു നാടൻ ടേസ്റ്റി തന്നെ ആയിരിക്കും ഈ കറിക്ക് ഉണ്ടായിരിക്കുക. പക്ഷേ ഇതിൻ്റെ ഉണ്ടാക്കുന്ന രീതികളെല്ലാം കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നാടൻ കറിയിൽ നിന്നും ഒന്നുകൂടെ ഒരു പ്രത്യേക രുചിയായിട്ട് നിങ്ങൾക്ക് ഈ കറി അനുഭവപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വിലയിരുത്തുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി പോകാൻ ശ്രമിക്കുക. എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ സ്ഥിരം കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ അവർ ലൈക്കും കമൻറ്റും ഒട്ടും കുറയ്ക്കരുത്. അതുകൂടാതെ ഷെയറും. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഉണ്ടെങ്കിലാണ് എൻ്റെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 75 ഗ്രാം പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒരു 2-3 പ്രാവശ്യം അത് കഴുകിയെടുക്കുന്നു. ശേഷം ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനായി കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുക്കർ അടച്ചിട്ട് മാറ്റി വയ്ക്കുന്നു. അത് അവിടെ കിടന്ന് വേവട്ടെ. ബാക്കിയുള്ള ചേരുവകൾ നോക്കാം. ഇത് ഒരു കഷ്ണം ചേന ഞാനിവിടെ മീഡിയം കഷ്ണങ്ങളാക്കി സമചതുരത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി കീറി വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി നാളികേരത്തിനേക്കാൾ കുറവാണ്. അതെടുത്ത് വെച്ചിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ഞാനിവിടെ അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുന്നു. ഇനി കറി ഉണ്ടാക്കാൻ ഉള്ള പരിപ്പ് ഞാൻ വെന്തോ എന്ന് നോക്കി. അത് നല്ല രീതിയിലൂടെ വെന്ത് കിടക്കുന്നുണ്ട്. 2 വിസിലടിച്ചിട്ട് ഞാൻ തണുത്തതിന് ശേഷം തുറന്നപ്പോൾ നല്ല രീതിയിലവിടെ വെന്ത് കിടക്കുന്നുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ചട്ടിയിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇത് ചൂടായാൽ നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് ഇടാൻ പോകുന്നത് വെളുത്തുള്ളിയും പച്ചമുളകുമാണ്. ഒരു 30 സെക്കൻഡ് നേരം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം പോയിട്ടൊരു പ്രത്യേക കളറായിട്ട് വരും. അതിനുശേഷം സവോള അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ചുവന്ന കളറാവേണ്ട. 2 മിനിറ്റ് നേരം വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ ഏകദേശം വാടി വന്നിട്ടുണ്ട്. തക്കാളി അല്ലട്ടോ, നമ്മൾ മസാലയാണ് ചേർക്കുന്നത്. ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയാണെന്ന് വെച്ചാൽ ഒരു 1.5 ടീസ്പൂൺ ഇടാം. ഇത് ഒരു മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം എല്ലാം പോകുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കറക്റ്റായിട്ട് 1 മിനിറ്റ് വഴറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണം എല്ലാം നല്ല രീതിയിൽ പോയി കിട്ടും. കാരണം ഇതൊരു മൺചട്ടിയാണ്. മൺചട്ടി എപ്പോഴും നല്ല ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഞാനതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു 30 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിൽ തക്കാളി ഒന്ന് വെന്ത് വരാണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് അവസാനമായിട്ട് നോക്കിയതിന് ശേഷം ഇടാം. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയെല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടുന്നതാണ്. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട്. 2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കിയാൽ നമ്മുടെ തക്കാളിയെല്ലാം നല്ല രീതിയിലൂടെ ഉടഞ്ഞു വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ആവശ്യം കേട്ടോ. ഇതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചേന കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ.
ചേനക്കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മസാലയെല്ലാം നല്ല രീതിയിൽ ചേനയുടെ മുകളിൽ പതിയുന്ന മാതിരി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ചേന വേവാൻ ആവശ്യത്തിനുള്ള ചുടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അധികം വെള്ളം ഒന്നും ആവശ്യമില്ല. പക്ഷേ എങ്കിലും ചേനയ്ക്ക് അത്യാവശ്യം നല്ല വേവുള്ള ചേനയായിരിക്കും. അതുകൊണ്ട് ഈ ചേന ഒരിക്കലും നിങ്ങൾ കുക്കറിലിട്ട് വേവിക്കരുത്. കുക്കറിലിട്ട് വേവിച്ചിട്ട് അത് വെന്തുടഞ്ഞാലും ഒന്നിനും പറ്റില്ല, വെന്തിട്ടില്ലെങ്കിലും ഒന്നിനും പറ്റില്ല. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ടുള്ളൊരു വേവിലാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-12 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ചേന നല്ല രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അധികം വെന്ത് ഉടയാനും പാടില്ല, എന്നാൽ വേവ് കുറവാകാനും പാടില്ല. ഒരു മീഡിയം സൈസിലുള്ള വേവാണ് നമുക്ക് ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചട്ടിയിലിട്ട് വേവിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചേന എടുത്തിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഇവിടെ കറക്റ്റായിട്ട് വെന്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. കണ്ടു, ഈ രീതിയിലാണ് നമുക്ക് വെന്ത് കിട്ടേണ്ടത്. ഒരുപാട് വെന്തുടഞ്ഞാൽ ചേനയുടെ ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് പുളിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മാത്രം എടുത്താൽ മതി. ഒരുപാട് പുളിയായാൽ ഈ കറി നന്നായിരിക്കില്ല. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ഇവിടെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അതൊന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തുറന്നു നോക്കാം. ഒരു മിനിറ്റോ 1.5 മിനിറ്റോ അടച്ചു വെച്ചാൽ മതിയായിരിക്കും. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ അത് നല്ല രീതിയിൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങയും ജീരകവും അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ഗ്രേവിയിൽ ഉണ്ടാക്കിയാലാണ് ഈ കറി നന്നായിരിക്കുക. അതീവ രുചികരമായിരിക്കും. സ്വല്പം വെള്ളം കൂടിയാൽ ഈ കറി ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് നമുക്ക് വേണ്ടത്. ഉപ്പ് ഈ സമയത്ത് നോക്കാം, കുറവുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്വല്പം ഉപ്പ് കുറവുള്ളതായിട്ട് തോന്നി, അത് ഞാൻ പൂർത്തീകരിച്ചു. ഇനി കറി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമുക്ക് ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കിയാൽ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് ഇവിടെ തിളച്ച് മറിയുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ചേനക്കറി ഏകദേശം ഇവിടെ റെഡിയായിട്ട് കാണും. നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ കറിയുടെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതീവ രുചികരമായിട്ടുള്ളൊരു ചേനക്കറിയാണത്. ഇനി ഇതിലേക്ക് നമുക്കൊരു വറവിടാനുണ്ട് കേട്ടോ. ഈ കറി ഇതോടുകൂടി പൂർത്തിയാവുന്നില്ല. ഇത് വറവിട്ടാലാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി വരിക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ എന്തായാലും ഇടണം. ഇതുകൂടാതെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് ഞാൻ നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ചേർത്തിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ സുന്ദരമായിട്ടുള്ള ചേനക്കറി ഇവിടെ റെഡി ആയിട്ടിരിക്കും. ഇത് ചോറ്, ചപ്പാത്തി, പൊറോട്ട ഇതിലേക്കെല്ലാം നല്ല രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല. ബായ്.